ഞാനൊക്കെ പഠിക്കുന്ന കാലത്തെ ബോണിയമ്മിൻ്റെ ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ ഭയങ്കര കത്തി നിൽക്കുന്ന കാലമായിരുന്നു. അപ്പോൾ ഞാൻ ആ കാലങ്ങളിലൊക്കെ വായിച്ചുകൊണ്ടിരുന്നത് 87-ാമത്തെ സങ്കീർത്തനമാണ്. അതിപ്പോൾ വായിച്ചാലും നമുക്ക് ഫീലാകും. കാര്യം ബാബിലോൺ നദിയുടെ തീരത്തിരുന്നു കൊണ്ട് ഞങ്ങൾ പാടി. അപ്പോൾ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളോട് പറഞ്ഞോ, ഇനി നിങ്ങൾ സിയോനെക്കുറിച്ച് പാടാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഓ സിയോൻ. കാര്യം ഇവരെ ജെറുസലേമിൽ നിന്ന് ക്യാപ്റ്റിവിറ്റിക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ബാബിലോണിലെ ഇറാഖിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ബാബിലോൺ നദിയുടെ തീരത്ത് ഇരുന്നുകൊണ്ട് ഇവർ സിയോനോർത്ത് വിലപിക്കണ കാലമാണ്. അപ്പോഴാണ് പറയുന്നത്, ഓ സിയോൻ, നിന്നെക്കുറിച്ച് ഓർത്തില്ലെങ്കിൽ ഞങ്ങളുടെ നാവുകളെ ഞങ്ങളുടെ കണ്ടത്തിൽ ഒട്ടിച്ചേർന്ന് കൊള്ളട്ടെ. അപ്പം ഞങ്ങളുടെ അലരികൾ, അവിടുത്തെ അലരികൾ മരങ്ങളിൽ ഞങ്ങളുടെ കിന്നരനാദങ്ങൾ നിങ്ങൾ തൂക്കിയിട്ടുണ്ടെന്ന്. എന്നിട്ട് ഈ കാറ്റിവിറ്റിൽ കിടക്കുന്ന മനുഷ്യരെ, അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മനുഷ്യർ അവിടെ ചങ്ങല കിലുക്കി സിയോനെക്കുറിച്ച് കൊണ്ടും ഈ ദൈവത്തെക്കുറിച്ച് കൊണ്ടും പാടും. എൻ്റെ ദൈവവേദനയിലെ വേദനയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ടാണിത്. എന്താണ്? ഞങ്ങൾ പാടിയാർക്കും അലരികളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിക്കൊണ്ട് ലോകമാകുന്ന ഈ ബാബിലോണിൻ്റെ കരയിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ അങ്ങയെ ഓർത്ത് പാടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രത്യാശയുടെ പാട്ടാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ വിലങ്ങുകൾ ഒടിഞ്ഞു വീഴും. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ഭൂമിയിലേക്ക്, വാഗ്ദാന ഭൂമിയിലേക്ക് കൊണ്ടുപോകും. കൈയിട്ടിച്ച് കർത്താവിന്റെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതായത് ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ജെസ്സി അഗസ്റ്റിൻ്റെ ഇന്നലെ ഉണ്ടായിരുന്നു സാക്ഷ്യം. അവർ പാലക്കാരിയാണ്. ഇപ്പോൾ ഒരു ഒമാൻ ഹോസ്പിറ്റലിൽ താമസിക്കുക. ഒമാൻ ഹോസ്പിറ്റലിൽ അവർ നേഴ്സിംഗ് സൂപ്പറുണ്ട്. ഇവർ കർത്താവിനാൽ സെൻഡ് ചെയ്യപ്പെട്ട വ്യക്തിയാണെന്നുള്ള ബോധ്യം ഉടമ്പടിയിലൂടെ അവർക്ക് ലഭിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. നമ്മുടെ ടോക്ക് എന്താ? തിരഞ്ഞെടുക്കപ്പെട്ടവർ. വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉത്സാഹമുള്ളവരായിരിക്കുവേൻ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങളെ പോയി ഫലം പുറപ്പെടുവിക്കാനും നിങ്ങളുടെ ഫലം നിലനിൽക്കാനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ നിയോഗത്തെക്കുറിച്ച് അവർക്കൊരു അഭിഷേകം കിട്ടി. കർത്താവാണ് എന്നെ നിയോഗിച്ചത്. ഉടമ്പടി കാലത്ത് ഉടമ്പടി സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് ഒത്തിരി പേർക്ക് നിയോഗം കിട്ടണുണ്ട്. ശക്തമായ നിയോഗം. ഈ നിയോഗം കിട്ടിയതിന് ശേഷം അവർ എല്ലായിടത്തും പറന്ന് വെട്ടി. എനിക്ക് തോന്നുന്നത് കരിസ്മാറ്റിക് യുഗത്തിനേക്കാൾ ശക്തമായ രീതിയിൽ ഉടമ്പടി യുഗത്തിൽ നിയോഗങ്ങൾ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് കർത്താവിൽ നിന്ന്. കാര്യം അവർക്ക് പ്രവർത്തിക്കാൻ കയ്യിലുണ്ട്. എന്തെല്ലാം ഉണ്ട് കയ്യിൽ പ്രവർത്തിക്കാൻ? ഉടമ്പടി ഉപ്പുണ്ട്. എന്തെല്ലാം ആയുധങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഉടമ്പടി ഉപ്പുണ്ട് അല്ലേ? ഉടമ്പടി കാശുരൂപമുണ്ട് അല്ലേ? ഉടമ്പടി തൈലമുണ്ട്. അപ്പോൾ ഇതെല്ലാം ആയുധങ്ങളാണ്. എന്തിനുള്ള ആയുധങ്ങളാണ്? ക്രിസ്തുവിനെ ലോകത്തിന് കൈമാറാൻ വേണ്ടിയുള്ള ആയുധങ്ങളാണ്. ഇത് കൈമാറാനുള്ള നിയോഗം കിട്ടിയാൽ പിന്നെ നിങ്ങൾ അത്യുത്സാഹം കാണിക്കണം. ഇപ്പം ജെസ്സി അഗസ്റ്റിൻ്റെ സാക്ഷ്യം എന്താൽ ഇവർ ഒമാനിലെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവരുടെ ഫസ്റ്റ് റൗണ്ട് വിസിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു കുട്ടി കാഴ്ചയില്ലാണ്ടിരിക്കുകയാണ്. എന്തോ സംഭവം എറി കൊണ്ടാണെന്ന് തോന്നുന്നത്. കണ്ണിൻ്റെ കാഴ്ച പോയി. 6/6 കാഴ്ച എന്നവർ ടെക്നിക്കലായിട്ട് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ്റെ കണ്ണിന് 6 കാഴ്ചകൾ കറക്റ്റാകുമ്പോഴാണ് ഫുൾ കാഴ്ച നമുക്ക് കിട്ടുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഇവന് ഒരു കാഴ്ചയുമില്ലാതെ ഇങ്ങനെ അന്ധനായിരിക്കുകയാണ്. അവർ പയ്യൻസാണ്. അവൻ്റെ അമ്മ അവിടെ ഇരിപ്പുണ്ട്. അവർ മുസ്ലിം ലേഡിയാണ്. പക്ഷേ ഈ നേഴ്സ് ജെസ്സി അഗസ്റ്റിൻ ഈ കുഞ്ഞിനെ കാണുമ്പോൾ പറയും, ഞാൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ ചോദിക്കും. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മ ചോദിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്നാ ഭാഷയിലാണ്? ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ എന്ത് ചോദിക്കും? അറബിയിലോ എന്ന് ചോദിക്കും. അപ്പോൾ ജെസ്സി അഗസ്റ്റിൻ പറയും, ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും കേൾക്കണ ഒരാളാണെന്ന് പറയും. അതാണ് അവർക്ക് ആ സമയത്ത് അവരുടെ ഡയലോഗ് ഭയങ്കര രസമാണ്.
അതായത് അവർക്ക് തന്നെ അറിയത്തില്ല അവരെ ഇതെങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിക്കണമെന്ന്. ഇപ്പോൾ അവർക്ക് ബോധ്യം കിട്ടിയപ്പോൾ ഉടനെ ഇവർ പ്രാർത്ഥിച്ചാൽ ശരിയാകുമെന്ന് ഒരു ബോധ്യം ആ ഒമാൻകാരത്തേക്ക് കിട്ടി. ഉടനെ പറഞ്ഞു ഓക്കെ യു പ്രേ എന്ന് പറയും. ഇവരങ്ങനെ അവിടെ ആ കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് പ്രെയർ ചെയ്യും. പ്രെയർ ചെയ്തിട്ട് ഉടമ്പടി തൈലം എടുത്ത് കുഞ്ഞിനെ നെറ്റി കുരിശ് വരച്ച് കണ്ണിലും പെരട്ടിയിട്ട് പിറ്റേ ദിവസം അവിടെ കൊണ്ട് വരുമ്പോൾ ഈ കുഞ്ഞ് ഒരിക്കലും കാണാത്ത പോലെ മുമ്പത്തേക്കാൾ തെളിച്ചം കിട്ടും. പിന്നെ അവർ ഫോളോ അപ്പ് ചെയ്യും. അതിൻ്റെ പുറകെ ഫോളോ അപ്പ് ചെയ്ത് പിറ്റേ ദിവസം പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ കുഞ്ഞെ കാഴ്ച പ്രാപിച്ച് വീട്ടിലോട്ട് പോകും. പിന്നെ ഇവർ ഫോളോ അപ്പ് വീട്ടിലോട്ട് വിളിക്കുമ്പോൾ ചോദിക്കും, പാടി വാഴ്ത്തുന്നു. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ നിന്റെ ശക്തി പ്രകടമാക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. പിറ്റേ ദിവസം ഇവർക്ക് നിയോഗം കിട്ടിയിരിക്കണമല്ലോ. പിറ്റേ ദിവസം ഇതുപോലെ ഇവർ രോഗിയെ കണ്ടുമുട്ടും. റുക്കിയ എന്നും പറഞ്ഞൊരു ഇതുപോലെ തന്നെ റൊമാൻ ലേഡിയെ കുഞ്ഞിനെ കാണും. ആ കുഞ്ഞിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വെന്റിലേറ്റർ പോലെ ഈ കുഞ്ഞിനെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂമോണിയ കയറിയിട്ട് പതിര ബ്ലോക്കായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് 100-120% കൂടി. അപ്പോൾ വെന്റിലേറ്റർ ഇവരെ റിജക്റ്റ് ചെയ്യുന്നു. വെന്റിലേറ്ററിലാണല്ലോ അവസാന അഭയം, കൃത്രിമ ശ്വാസം കൊടുക്കണം. വെന്റിലേറ്റർ റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള അപ്പോഴും ജെസ്സി അഗസ്റ്റിന് തോന്നി ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഉടനെ അവരോട് ചോദിച്ച് ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. ഉടമ്പടിയുടെ റേഞ്ച് പോണ പോക്ക് കണ്ടില്ലേ? നിങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യമൊക്കെ പറഞ്ഞിരുന്ന കേട്ടോ. കർത്താവിനെ കൈമാറാൻ തയ്യാറായാൽ മാത്രമേ തിരഞ്ഞെടുക്കപ്പെടത്തുള്ളൂ. തിരഞ്ഞെടുത്താൽ പിന്നെ അത് നിത്യമായ തിരഞ്ഞെടുപ്പായിരിക്കും. പ്രാർത്ഥിക്കുക, കർത്താവേ നിന്നെ ലോകത്തിന് കൈമാറാൻ കിട്ടുന്ന ഒരു അവസരവും നഷ്ടപ്പെടുത്താതെ പൊതു പൗരോഹിത്യത്തിലേക്ക് എന്നെ പുതു അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ, എന്തൊരു മനോഹരമാണ് ഈ ഗാനം. ലോകമാകും ബാബിലോണിൻ പുഴയോരത്ത്, മിഴിനീരിൻ പുഴയോരത്ത്. ഈ ലോകത്തിലെ, അതായത് ദൈവത്തെ അറിയാത്ത ഈ ലോകത്ത്, ബാബിലോൺ അതാണല്ലോ, ദൈവത്തെ അറിയാത്ത ഈ ലോകത്ത് നമ്മുടെ ദുഃഖങ്ങളുടെയും കണ്ണുനീരിൻ്റെയും പുഴയോരത്ത് ഇരുന്നു കൊണ്ട് കർത്താവേ ഞാൻ നിന്റെ സ്തുതി പാടുവെന്ന് കൈ ഇടിച്ച് കർത്താവ് ചുടലിൽ ഉടമ്പടിയുടെ ഒരു പുതിയ ലോകമാണ് വരണത്. ഇത്രയും നാൾ നമ്മൾ ചെയ്ത ഉടമ്പടിയല്ല ഇനി വരാൻ പോകുന്നത് പൊതു പൗരോഹിത്യത്തിൻ്റെ ഒരു കാലമാണ്. പൊതു പൗരോഹിത്യം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ജെസ്സി അഗസ്റ്റിൻ നിർവഹിക്കുന്നത് പൊതു പൗരോഹിത്യമാണ്. അതായത് ഈ വെന്റിലേറ്റർ റിജക്റ്റ് ചെയ്യുന്ന കുഞ്ഞിനെ ഡോക്ടർമാർ പോലും ചിലപ്പോൾ അതിനെ മരിക്കാൻ വിട്ടേക്കും. ഡോക്ടർമാർ പോലും. കാര്യം എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് 120%. എന്നിട്ട് ഇവർ ഉടമ്പടി തൈലം പൂശിയിട്ട് ജെസ്സി അഗസ്റ്റിൻ ഈ കുഞ്ഞിൻ്റെ നെറ്റിയിലും നെഞ്ചിലും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിന് ശേഷം ഉച്ചക്ക് അവരോട് പറയും, ഉച്ചക്ക് ഇതിൻ്റെ കാർബൺ, അതിന് പ്രത്യേക ടെക്നിക്കൽ ടൈമാണ് പറയുന്നത്, ഇതിൻ്റെ കാർബൺ ഒന്ന് പരിശോധിക്കണമെന്ന് അവരോട് പറയും. ABG പരിശോധിക്കാൻ പറയും. ABG പരിശോധിക്കാൻ പറയുമ്പോൾ അത് 65% കുറയും. പിന്നെയും ഇവർ പ്രാർത്ഥിക്കും. അപ്പോഴേ ഉടമ്പടി തൈലം പൂശി വീണ്ടും പ്രാർത്ഥിക്കും. അപ്പോഴേ വീണ്ടും അത് 39% കോമൺ ആയിട്ട് മാറും സാധാരണ മനുഷ്യർക്ക്. അതായത് നമ്മളുടെ ജീവിതത്തിൽ ദൈവം തന്നെ നമ്മൾക്ക് ഈ വിശ്വാസം നൽകിയപ്പോഴേ അവൻ അതിൻ്റെ കൂടെ നിനക്ക് തന്നിരിക്കണുണ്ട് കോമൺ പ്രീസ്റ്റ്ഹുഡ്. കോമൺ പ്രീസ്റ്റ്ഹുഡ് വെച്ചാൽ ഞാൻ കർത്താവിനാൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ കർത്താവിനെ കൈമാറാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന ബോധ്യത്തിൽ നീ കർത്താവിൻ്റെ മിഷൻ ഏറ്റെടുത്താൽ കർത്താവ് നിന്നെ തിരഞ്ഞെടുക്കും. അപ്പോഴെന്ത് ചെയ്യും? നീ ഫലം പുറപ്പെടുവിക്കപ്പെടും. നമുക്കറിയാമല്ലോ, ഇപ്പം നമ്മൾ 1-10-5-9 വായിച്ച ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 പത്രോസ് 5:9 വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒന്ന് പറഞ്ഞേ. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നെന്ന് അറിയുകയും ചെയ്യുവിൻ.
വായിച്ചോളൂ. 2 പത്രോസ് 9, 5-9. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 1 പത്രോസ് 9, 2-9. ശ്രദ്ധിക്കട്ടെ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.